നമസ്കാരം, എൻ്റെ പേര് അമ്പിളി. 7ാം ക്ലാസ്സിലെ എൻ്റെ എല്ലാ കുഞ്ഞുമക്കളെയും ഞാൻ ലേൺ വിത്ത് അമ്പിളി എന്ന എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ് മലയാളം അടിസ്ഥാന പാഠാവലി, അതിലെ യൂണിറ്റ് 3 തിരമുറിച്ച് കനവ് നെയ്തവർ, അതിലെ 2ാമത്തെ ഭാഗം, ഒരു കവിത. നമ്മൾ ആദ്യത്തെ പാഠം പഠിച്ചു കഴിഞ്ഞു അല്ലേ? എന്തായിരുന്നു അത്? നാളത്തെ പൊന്മാൻ എന്ന ഒരു കഥ. ഇന്നത്തെ പൊന്മാനുകൾ എന്താണ് ചെയ്യുക? പുഴയിൽ നിന്നും മീൻ കൊത്തിയെടുത്ത് വിശപ്പകറ്റും. പക്ഷെ നാളത്തെ പൊന്മാൻ അങ്ങനെയല്ല. തനിക്ക് ഭക്ഷണം കിട്ടാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ അത് പണം കൊടുത്ത് മീൻകാരന്റെ കയ്യിൽ നിന്നും മീൻ വാങ്ങി ഭക്ഷിക്കാൻ ശ്രമിക്കുന്നു. അതെ, പ്രതിസന്ധികളെ തരണം ചെയ്യുകയായിരുന്നു ആ പൊന്മാൻ ചെയ്തത്. അങ്ങനെ ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യുന്ന ആ ഒരു ഏടാണ് ഈ യൂണിറ്റിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മുടെ കവിത കൈകോർത്തവർ പറഞ്ഞത് എന്നതും ഇതേ ആശയം തന്നെ നമ്മുടെ മുന്നിൽ എത്തിക്കുന്നു. ഈ കവിത എഴുതിയിരിക്കുന്നത് മലയാളത്തിലെ പ്രശസ്തനായ കവി സച്ചിദാനന്ദൻ ആണ്. അദ്ദേഹത്തിന്റെ പ്രളയാവസാനം എന്ന കവിതയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രളയം കണ്ടു. പ്രളയം എന്നാൽ വെള്ളപ്പൊക്കം എന്നാണ് അർത്ഥം. 2018 നിങ്ങളപ്പോൾ കുറച്ചുകൂടെ കുഞ്ഞുങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ വലിയ ഒരു ബുദ്ധിമുട്ട് ഒരു പക്ഷേ നിങ്ങൾ മനസ്സിലാക്കിയിട്ടും ഉണ്ടാവില്ല. എന്തായാലും 2018 ഓഗസ്റ്റ് മാസം അതിഭയങ്കരമായ ഒരു വെള്ളപ്പൊക്കത്തെ നമ്മുടെ കേരളം കണ്ടു. അതിനു മുമ്പ് 1924 കേരളത്തിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഉണ്ടായ ഒരു വലിയ ദുരന്തം തന്നെയായിരുന്നു ഈ പ്രളയം. കേരളത്തിലെ മിക്കവാറും ജില്ലകളെല്ലാം തന്നെ വെള്ളത്തിനടിയിലായി എന്ന് നമുക്ക് പറയാം. എത്രയോ ആളുകൾ അവർ സമ്പാദിച്ചതെല്ലാം ആ വെള്ളപ്പൊക്കത്തിൽ നഷ്ടപ്പെട്ടു. നിങ്ങളിൽ പലർക്കും ഓർമ്മയുണ്ടാകണം അന്നത്തെ ആ അവസ്ഥ. നിങ്ങളിൽ പലരുടെയും വീടുകളിൽ ഒരുപക്ഷെ വെള്ളം കയറിയിട്ടും ഉണ്ടാകും. എൻ്റെ വീടിന്റെ അകത്ത് വെള്ളം കയറുകയുണ്ടായില്ല. വീടിന്റെ മുറ്റം വരെ വന്ന് വെള്ളം ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. ഞാൻ വീടിന്റെ അകത്ത് വെള്ളം കയറുമെന്ന് വളരെ ഭയപ്പെട്ടു. വീട്ടിൽ നിന്നും മാറി താമസിക്കുകയും ചെയ്തു. പക്ഷേ പിറ്റേന്ന് പ്രഭാതത്തിൽ വന്നു നോക്കുമ്പോൾ വെള്ളം അവിടെ ഉണ്ടായിരുന്നില്ല, ഇറങ്ങിപ്പോയി. അങ്ങനെ ഒരു വലിയ ഭാഗ്യം എനിക്ക് ലഭിക്കുകയുണ്ടായി. എങ്കിലും കേരളീയ ജനത ബഹുഭൂരിപക്ഷവും ആ പ്രളയത്തിൽ അനുഭവിച്ച ദുരന്തങ്ങൾ ഞാൻ മാധ്യമങ്ങളിലൂടെയും ടെലിവിഷൻ, അല്ലെങ്കിൽ അന്ന് കറണ്ടില്ലാഞ്ഞുകൊണ്ട് അതൊന്നും കാണാൻ സാധിച്ചില്ല, അങ്ങനെ പല പല മാധ്യമങ്ങളിലൂടെയും മറ്റും അറിയുകയുണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ആ പ്രളയത്തെ അടിസ്ഥാനമാക്കി എഴുതിയിട്ടുള്ള ഒരു കവിതയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. കൈകോർത്തവർ പറഞ്ഞത്. കൈകോർക്കുക, പരസ്പരം എല്ലാവരും അവരവരുടെ കൈകൾ കോർത്തിണക്കി ഒന്നിച്ചു നിൽക്കുന്ന അവസ്ഥയാണ്. നിങ്ങൾ സ്കൂളുകളിൽ അങ്ങനെ നിൽക്കാറില്ലേ? കൈകൾ ഇങ്ങനെ നീട്ടിയിട്ട് അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ കയ്യിൽ പിടിക്കും, ഇപ്പുറത്ത് നിൽക്കുന്ന ആളുടെ കയ്യിലും പിടിക്കും. അങ്ങനെ എല്ലാവരും കൂടി കൈകൾ കോർത്തു നിൽക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? ഒരുമ, ഐക്യം, ഇതിന്റെ എല്ലാം സൂചനയാണ് ആ കൈകോർത്ത് നിൽക്കൽ. ഞങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല, ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചാണ് എന്ന അർത്ഥം. മഹാകവി ഉള്ളൂർ അദ്ദേഹത്തിന്റെ ഒരു കവിത പ്രേമസംഗീതത്തിൽ പറയുന്നുണ്ട്. ഒരൊറ്റ മതമുണ്ടുലകിന്നുയരാം പ്രേമമതൊന്നല്ലോ, പരക്കെ നമ്മെ പാലമൃതോട്ടും പാർവണ ശശിബിംബം, ഭക്തിനുരാഗതയാദിവബുസ്സാ പരാത്മ ചൈതന്യം, പലമട്ടേന്തി പാരിനിതെങ്ങും പ്രകാശമരുളുന്നു. അദ്ദേഹം പറയുന്നു, ഒരൊറ്റ മതമേ ഉള്ളൂ. അതെന്താണ്? സ്നേഹമാണ്. ആ പരസ്പര സ്നേഹം നമ്മുടെ ജീവിതത്തെ വളരെ നല്ലതാക്കി തീർക്കുന്നു, മനോഹരമാക്കി തീർക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതെ, മനുഷ്യർ തമ്മിൽ പരസ്പരം ഐക്യത്തോടെ സ്നേഹത്തോടെ വർത്തിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു വിധ പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല. പക്ഷെ ഇന്ന് നമ്മൾ അതാണോ കാണുന്നത്? മനുഷ്യർ തമ്മിൽ
ഐക്യത്തോടെ ഒരുമയോടെ നിൽക്കുന്ന ആ ഒരു സാഹചര്യം വളരെ പരിമിതമാണെന്ന് നമുക്കിന്നറിയാം. എത്രയെത്ര അനിഷ്ട സംഭവങ്ങളാണ് നമ്മൾ ഓരോ ദിനവും മാധ്യമങ്ങളിലൂടെ, പത്രങ്ങളിലൂടെയും ടെലിവിഷനിലൂടെയും ഒക്കെ കാണുന്നത്, അറിയുന്നത്. എത്രയെത്ര മനസ്സിനെ വേദനിപ്പിക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെ, മനുഷ്യർക്ക് ഐക്യം ഇന്ന് കുറവായിരിക്കുന്നു എന്ന് പറയാം. സ്വാർത്ഥതയാണ് ഓരോരുത്തർക്കും ഉള്ളത്, സ്വന്തം കാര്യം എന്ന ചിന്ത. പക്ഷേ 2018 ആ വലിയ പ്രളയമുണ്ടായപ്പോൾ മനുഷ്യന്റെ ആ സ്വാർത്ഥതയെല്ലാം കാറ്റിൽ പറന്നുപോയി. അവരെല്ലാവരും ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ചു. അതെ, ഒരു ദുരന്തം അല്ലെങ്കിൽ ഒരു ആപത്ത് വരുമ്പോൾ നമ്മൾ നമ്മളുടെ ശത്രുതയെല്ലാം മറക്കും. എന്നിട്ട് നമ്മൾ ഒന്നിച്ചു നിന്ന് അതിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് പ്രവർത്തിക്കും. അതുതന്നെയാണ് അന്നും ഇവിടെ നടന്നത്. ആ കാഴ്ച കവിയുടെ ഭാവനയിലൂടെ നമ്മളോട് പറയുകയാണ്. കൈകോർത്തവർ എന്താണ് പറഞ്ഞത് എന്ന്. അപ്പൊ നമുക്ക് കവിതയൊന്ന് ചൊല്ലി നോക്കാം. എല്ലാവരും പുസ്തകമെടുത്ത് വരികളിലൊന്ന് ശ്രദ്ധിക്കൂ. കവിത നമുക്ക് ചൊല്ലി നോക്കാം. ഞങ്ങൾ കൈകോർത്തു, പ്രളയം ഞങ്ങളുടെ കൈകൾക്കുള്ളിലായി. ഞങ്ങൾ കുനിഞ്ഞു നിന്നു, ചവിട്ടിക്കയറാനുള്ള പാറകളായി. ഞങ്ങൾ നിലത്തിരുന്നു, കടന്നു പോകാനുള്ള ചവിട്ടുപടികളായി. ഞങ്ങൾ നിവർന്നു നിന്നു, മുകളിലെത്താനുള്ള കോവണികളായി. ഞങ്ങൾ കമിഴ്ന്നു കിടന്നു, പുഴ കടക്കാനുള്ള പാലങ്ങളായി. കണ്ണുകൾ കൊണ്ട് ഞങ്ങൾ കപ്പലുകൾ തീർത്തു. ഞങ്ങൾ ശിരസിൽ വിമാനങ്ങൾ ഇറക്കി. കാലുകൾ കൊണ്ടു ഞങ്ങൾ കോട്ടകൾ കെട്ടി. പാട്ടുകൾ കൊണ്ടു ഞങ്ങൾ മതിലുകൾ പൊളിച്ചു. നൃത്തങ്ങൾ കൊണ്ടു ഞങ്ങൾ മരണം വെന്നു. ഞങ്ങൾ അതിജീവിക്കുക തന്നെ ചെയ്യും, പ്രാചീനമായ പർവ്വതങ്ങളെ പോലെ, അക്ഷരങ്ങളെ പോലെ. കവിത ചൊല്ലിയത് കേട്ടല്ലോ. ഈ കവിതയ്ക്ക് നിങ്ങളുടേതായ താളങ്ങളും ഭാവങ്ങളും നൽകുക. എന്നിട്ട് ചൊല്ലി നോക്കുക, ഒറ്റയ്ക്കും ഗ്രൂപ്പായിട്ടും. നമുക്ക് കവിതയുടെ ആശയത്തിലേക്കൊന്ന് കടക്കാം. ഇതാ, പ്രളയകാലം. അതിഭയങ്കരമായി മഴ പെയ്യുകയാണ്. അതിന് ഒരു ശമനവുമില്ല. ഓരോ നിമിഷവും മഴയുടെ ശക്തി കൂടിക്കൂടി വരുന്നു. അതിനനുസരിച്ച് നമ്മുടെ ഡാമുകൾ വെള്ളം കൊണ്ട് നിറയുകയാണ്. ഒടുവിൽ ആ ഡാമുകളുടെ ഷട്ടറുകളെല്ലാം തുറന്നു വിടുകയാണ്. അങ്ങനെ മഴവെള്ളവും ഡാമുകളിലെ വെള്ളവും നമ്മുടെ ഭൂമിയെ ആശ്ലേഷിക്കുന്നു. തത്ഫലമായിട്ട് വെള്ളമിതാ ഉയർന്നു വരുന്നു. വീടുകളും റോഡുകളും എന്നുവേണ്ട എല്ലാം വെള്ളത്തിനടിയിലേക്ക് ക്രമേണ താഴ്ന്നു പോകുന്ന ആ ചിത്രം നമ്മൾ കാണുന്നു, മനസ്സിലാക്കുന്നു, അറിയുന്നു. ആ ഒരു സാഹചര്യം അവിടെയാണ്. ഞങ്ങൾ കൈകോർത്തു, പ്രളയം ഞങ്ങളുടെ കൈകൾക്കുള്ളിലായി. ഞങ്ങൾ മനുഷ്യർ, മലയാളികൾ പരസ്പരം കൈകൾ കോർത്തു നിന്നു. ഞങ്ങൾ ഒറ്റയ്ക്കല്ല, എല്ലാവരും ഒന്നിച്ചാണ് ഞങ്ങൾ കൈകൾ കോർത്തു നിന്നു. അങ്ങനെ ഞങ്ങളുടെ ഐക്യത്തിന്റെ, ഒരുമയുടെ ഫലമായിട്ട് ആ അതിഭയങ്കരമായ പ്രളയം, വെള്ളപ്പൊക്കം ഞങ്ങളുടെ കൈകൾക്കുള്ളിലായി. ഞങ്ങൾക്കതിനെ നിയന്ത്രിക്കാൻ സാധിച്ചു. അതിൽ നിന്നും രക്ഷപ്പെടാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഞങ്ങൾ ഒന്നിച്ച് നിന്നതുകൊണ്ട്, കൈകോർത്തു നിന്നതുകൊണ്ട് അത് ഞങ്ങളുടെ കൈകൾക്കുള്ളിലായി. ഞങ്ങൾ കുനിഞ്ഞു നിന്നു. ഞങ്ങൾ നിവർന്നു നിന്നിരുന്ന ഞങ്ങൾ എന്തു ചെയ്തു? കുനിഞ്ഞു നിന്നു. എന്തിനാണ് കുനിഞ്ഞു നിന്നത്? ചവിട്ടിക്കയറാനുള്ള പാറകളായിട്ട്. നമ്മൾ താഴ്ന്ന പ്രദേശങ്ങളിൽ നിൽക്കുമ്പോൾ മുകളിലേക്ക് കയറണമെങ്കിൽ പാറകൾ ഉണ്ടെങ്കിൽ നമ്മൾ ആ പാറയിൽ ചവിട്ടി മുകളിലെത്തും.
ഇവിടെ വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ട് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്ന ആളുകളെ മുകളിലേക്ക് എത്തിക്കാനായിട്ട് സന്നദ്ധ പ്രവർത്തകർ, ജനങ്ങൾ, അവർ കുനിഞ്ഞു നിൽക്കുകയാണ് പാറകളെ പോലെ, അതിൽ ചവിട്ടി വെള്ളത്തിൽ നിന്നും മുകളിലെത്താനായിട്ട്. അങ്ങനെ ഞങ്ങൾ കുനിഞ്ഞു നിന്നു, ചവിട്ടി കയറാനുള്ള പാറകളായിട്ട്. പിന്നെ ഞങ്ങൾ നിലത്തിരുന്നു. പിന്നെ എന്താണ് ചെയ്തത്? ഞങ്ങൾ നിലത്തിരിക്കുകയാണ്. എന്തിനാണ് നിലത്തിരുന്നത്? വെറുതെ ഇരുന്നതല്ല, കടന്നു പോകാനുള്ള ചവിട്ടുപടികളായിട്ട്. ചവിട്ടുപടികൾ നമ്മൾ ചവിട്ടി, ഓരോ പടിയും ചവിട്ടി ചവിട്ടി മുകളിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ ചവിട്ടുപടി ചവിട്ടി താഴത്തേക്ക് എത്തുന്നു. അതിനാണല്ലോ ചവിട്ടുപടി. ഇവിടെ ആളുകൾ ചവിട്ടുപടികളായിട്ട് നിലത്തിരിക്കുകയാണ്. താഴെ വെള്ളത്തിൽ പെട്ട് കഷ്ടപ്പെടുന്ന, രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ വീടുകളെല്ലാം വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് വെള്ളമില്ലാത്ത ഉയർന്ന പ്രദേശങ്ങളിലേക്ക് വരണം. അതിന് പടികളായിട്ട്, ചവിട്ടുപടികളായിട്ട് ആളുകൾ നിലത്തിരിക്കുകയാണ്. ആ പടികളിൽ ചവിട്ടി ചവിട്ടി ആ ആളുകൾ രക്ഷപ്പെടുകയാണ് വെള്ളത്തിൽ നിന്നും. പിന്നെ ഞങ്ങൾ നിവർന്നു നിന്നു. ഞങ്ങൾ നിവർന്നു നിൽക്കുകയാണ്. ഇരിക്കല് കഴിഞ്ഞു. അടുത്തതായിട്ട് ഞങ്ങൾ നല്ലവണ്ണം നിവർന്നു നിൽക്കുകയാണ്. എന്തിനാണ് നിവർന്നു നിൽക്കുന്നത്? മുകളിലെത്താനുള്ള കോവണികളായി. അതിനാണ് കോവണി. കോവണി കണ്ടിട്ടില്ലേ? നമ്മൾ എന്തിന്റെയെങ്കിലും മരത്തിന്റെ മുകളിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വീടിന്റെ മുകളിലോ ഒക്കെ കയറണമെങ്കിൽ കോവണി വേണം. ആ കോവണിയുടെ പടികളിൽ ചവിട്ടി ചവിട്ടിയാണ് നമ്മൾ മുകളിലെത്തുന്നത്. ഇവിടെ ആളുകൾ, യുവജനങ്ങൾ, അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തകർ, അല്ലെങ്കിൽ സൈന്യം, പോലീസ്, അന്ന് എല്ലാവരും ഇറങ്ങുകയുണ്ടായി. അവർ ഈ ജനങ്ങളെ രക്ഷിക്കുന്നതിനായിട്ട് കോവണികളാവുകയാണ്, നിവർന്നു നിൽക്കുകയാണ്. പിന്നെ ഞങ്ങൾ കമിഴ്ന്നു കിടന്നു. ഞങ്ങൾ കമിഴ്ന്നു കിടക്കുകയാണ്. എന്തിനാണ് കമിഴ്ന്നു കിടന്നത്? പുഴ കടക്കാനുള്ള പാലങ്ങളായിട്ട്. പുഴ കടക്കണം, പുഴയ്ക്ക് പാലങ്ങൾ വേണം. പക്ഷേ ഈ വെള്ളപ്പൊക്കം രൂക്ഷമായതോടെ നമ്മുടെ കൊച്ചു കേരളത്തിലെ പല പാലങ്ങളും തകർന്നു പോയി എന്നതായിരുന്നു അന്നത്തെ അവസ്ഥ. പാലങ്ങളില്ല. പിന്നെ എങ്ങനെ പുഴ കടക്കും? കുത്തി ഒഴുകുന്ന, പതച്ച് പൊങ്ങി ഒഴുകുന്ന, അപകട ഭീഷണി ഉയർത്തി വളരെ ഉയരത്തിൽ ജലത്തോടുകൂടി ഒഴുകുന്ന പുഴ കടക്കണം. അതിനെ ഞങ്ങൾ കമിഴ്ന്നു കിടന്നു, പരസ്പരം ചേർന്ന് കമിഴ്ന്നു കിടന്നു പാലങ്ങളായിട്ട്. അങ്ങനെ ഞങ്ങൾ പുഴ കടക്കാനുള്ള പാലങ്ങളായി. കണ്ണുകൾ കൊണ്ട് ഞങ്ങൾ കപ്പലുകൾ തീർത്തു. കണ്ണുകളുണ്ട് നമുക്ക്, 2 കണ്ണുകൾ. കണ്ണുകൾ എന്തിനാണ്? കാഴ്ചകൾ കാണാനാണ്, അല്ലേ? ഇവിടെ കണ്ണുകൾ കൊണ്ട് കപ്പലുകൾ. കപ്പലുകൾ കപ്പൽ എന്ന് പറയുന്നത് ഒരു വാഹനമാണ്. വെള്ളത്തിലൂടെ, ജലത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു വാഹനം. കപ്പലുകൾ പ്രധാനമായും യാത്ര ചെയ്യാനും അതുപോലെ സാധന സാമഗ്രികൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനും ജലമാർഗം ഉപയോഗിക്കുന്ന ഒരു വാഹനമാണല്ലോ. ഇവിടെ കവി പറയുന്നു, കണ്ണുകൾ കൊണ്ട് ഞങ്ങൾ എന്താണ് തീർത്തത്? കപ്പലുകൾ തീർത്തു. എന്ന് വെച്ചാൽ കണ്ണുകൾ കൊണ്ട് ദൂരെ പോകുന്ന കപ്പലുകൾ, അത് കാണുന്നത് പോലെ ഒരു കടൽ തീരത്ത് ചെന്നാൽ, ഒരു ബീച്ചിലൊക്കെ ചെന്നാൽ നമ്മളിങ്ങനെ നോക്കിയാൽ ആ കടലിന്റെ വളരെ ദൂരെ ഒരു ചെറിയ പൊട്ടുപോലെ നമുക്ക് കപ്പലുകൾ കാണാൻ സാധിക്കും. അതിദൂരെ സഞ്ചരിക്കുന്ന കപ്പലുകളെ നമുക്ക് അവിടെ നിന്നുകൊണ്ട് കാണാൻ സാധിക്കും. അതുപോലെ ഞങ്ങൾ ദൂരെ, വളരെ ദൂരെ വെള്ളത്തിൽപ്പെട്ട് ജീവനോട് മല്ലടിക്കുന്ന ആളുകളെ കണ്ടു. അവർ രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കണ്ടു. കപ്പലുകൾ കാണുന്നത് പോലെ അവരെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവിടെ ദൂരെ ഒരാള് അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ വെള്ളത്തിലായിട്ടുണ്ട്, ജീവന് വേണ്ടി അവർ വളരെയധികം പ്രയത്നിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ ഉടനെ ആ വിവരം നമ്മൾ മറ്റുള്ളവരോട് പറയും. അങ്ങനെ ആളുകൾ ഏതെങ്കിലും മാർഗേണ അവിടെ ചെന്ന് ആ ജനങ്ങളെ രക്ഷിക്കും. അങ്ങനെയല്ലേ അന്നുണ്ടായത്? അന്ന് അങ്ങനെയാണ് സംഭവിച്ചത്. അത്ര വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി. അന്ന് ഏകദേശം 483 പേർ മരണമടയുകയുണ്ടായി. അത് ഉരുൾപൊട്ടലും കൂടി ഉണ്ടായതുകൊണ്ടാണ് അത്രയും മരണസംഖ്യ ഉണ്ടായത്. വെള്ളപ്പൊക്കത്തിൽ മാത്രമാണെങ്കിൽ അത്രയും വരില്ലായിരുന്നു. ഒരു 14 പേരെ
കാണാതെ പോവുകയും ചെയ്തു. അവരെ പിന്നീട് കണ്ടുകിട്ടുകയുണ്ടായിട്ടില്ല. അങ്ങനെ ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കണ്ണുകൾ കൊണ്ട് കപ്പലുകൾ തീർത്തു എന്നല്ലേ. അങ്ങനെ ദൂരെയുള്ള ആളുകളെ നമ്മൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കണ്ടു, അവരെ രക്ഷിച്ചു. പിന്നെ ഞങ്ങൾ ശിരസിൽ വിമാനങ്ങൾ ഇറക്കി. വിമാനം, പറക്കുന്ന ഒരു വാഹനം, വളരെ വേഗതയുള്ള ഒരു വാഹനം. ഞങ്ങൾ നമ്മുടെ ശിരസ്, ആ ശിരസിലാണല്ലോ നമ്മുടെ മസ്തിഷ്കം, ബ്രെയിൻ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഏതൊരു കാര്യവും ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നത് നമ്മുടെ ശിരസിലെ ആ ബ്രെയിൻ, മസ്തിഷ്കം ഉപയോഗിച്ചിട്ടാണ് അല്ലെ. ഏതൊരു പ്രവൃത്തിയും നമ്മൾ ചെയ്യുന്നത്, നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നത് എല്ലാം ചെയ്യുന്നത് ആ ബ്രെയിനാണ്, മസ്തിഷ്കമാണ്. അപ്പൊ നമ്മൾ നമ്മുടെ ശിരസിലൂടെ വിമാനങ്ങൾ ഇറക്കി എന്ന് വെച്ചാൽ നമ്മുടെ ആ ചിന്തകൾ അങ്ങനെ വർദ്ധിച്ചു വന്നപ്പോൾ, ഇവിടെ വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ വെള്ളത്തിന്റെ അടിയിലായപ്പോൾ ചില ആളുകൾ രക്ഷപ്പെടും എന്ന് വിചാരിച്ച് മുകളിലത്തെ നിലയിൽ അഭയം പ്രാപിച്ചിരുന്നു. 2 നിലയുള്ള വീടുകളാ 3 നിലയുള്ള വീടുകളൊക്കെ ആണെങ്കിൽ താഴത്തെ നില മാത്രമേ വെള്ളത്തിൽ മുങ്ങൂ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ പ്രളയത്തിന്റെ ഭീകരത കാരണം മുകളിലത്തെ നിലയിലേക്കും വെള്ളം ഉയർന്നു വരാൻ തുടങ്ങി. രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. അവരെ രക്ഷിക്കണമെങ്കിൽ ഹെലികോപ്റ്ററുകൾ എത്തണം. അവർ വന്നിട്ട് ഈ മുകളിലത്തെ നിലയിൽ നിന്നും ആളുകളെ ആ ഹെലികോപ്റ്ററിലേക്ക് കയറ്റി രക്ഷിക്കണം. അപ്പൊ ഇവിടെ നമ്മുടെ ശിരസ്, അതായത് ഇങ്ങനെ ഒരുപാട് ആളുകൾ രക്ഷപ്പെടാൻ സാധ്യതയില്ലാതെ വിവിധ വീടുകളിൽ കുടുങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഭരണകൂടം സൈന്യത്തിന്റെ സഹായത്തോടെ ഹെലികോപ്റ്ററുകൾ ഇവിടെ വരുത്തുകയാണ്. അത് നമ്മുടെ ബുദ്ധിപൂർവമായ ഒരു പ്രവൃത്തിയാണ്. അതാണ് ശിരസിൽ വിമാനങ്ങൾ ഇറക്കി എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഹെലികോപ്റ്ററുകൾ ഇവിടെ കൊണ്ടുവരികയും ഇങ്ങനെ ആപത്തിലകപ്പെട്ട അനേകം ആളുകളെ ആ ഹെലികോപ്റ്ററിൽ കയറ്റി കരയിലെത്തിക്കുകയും ചെയ്തു. അതിന്റെ വിവിധ ചിത്രങ്ങൾ നമ്മൾ പിന്നീട് കാണുകയുണ്ടായി. വളരെ മഹത്തരമായ പ്രവൃത്തിയായിരുന്നു അതെല്ലാം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആ ആളുകളെല്ലാം അന്ന് മരണമടയുക ഉറപ്പു തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ ശിരസ് കൊണ്ട്, ബുദ്ധി കൊണ്ട് ഇവിടെ വിമാനങ്ങൾ വരുത്തിച്ചു, ജനങ്ങളെ രക്ഷിച്ചു. ഇനി നമ്മൾ കാലുകൾ കൊണ്ട് ഞങ്ങൾ കോട്ടകൾ കെട്ടി. കാലുകൾ കൊണ്ട് എന്താണ് കെട്ടിയത്? കോട്ടകളാണ് കെട്ടിയത്. പിന്നെ പാട്ടുകൾ കൊണ്ട് ഞങ്ങൾ മതിലുകൾ പൊളിച്ചു. അന്ന് ഈ പ്രളയം രൂക്ഷമായപ്പോൾ ആളുകൾ അവരുടെ വീടുകളിൽ നിന്നും മാറേണ്ടി വന്നു. നമുക്കറിയാം, ഒരുപാട് ദുരിതാശ്വാസ ക്യാമ്പുകൾ അന്ന് നമ്മുടെ നാട്ടിൽ രൂപം കൊണ്ടു. ഏകദേശം 14 ലക്ഷത്തിൽ അധികം ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ജീവിക്കേണ്ടി വന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. 14 ലക്ഷത്തിലധികം. അതിനും മാത്രം ദുരിതാശ്വാസ ക്യാമ്പുകളാണ് കേരളത്തിൽ അന്ന് ആരംഭിച്ചത്. അവിടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിങ്ങൾ പോകേണ്ടി വന്നിട്ടുണ്ടോ? നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടാകാം അല്ലേ? നമ്മൾ അതിനു മുമ്പ് നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലൊരു ദുരിതാശ്വാസ ക്യാമ്പിൽ പോകേണ്ട അവസ്ഥ വന്നു ചേർന്നിട്ടില്ല അല്ലേ? ഇവിടെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തുന്ന ആളുകൾ പല വിഭാഗക്കാരാണ്. പല ജാതി, മതം, വർണ്ണം, അതുപോലെ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, വളരെ സമ്പന്നർ, അങ്ങനെ പല പല തരത്തിലുള്ള ആളുകളാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തിച്ചേർന്നവർ. വെള്ളപ്പൊക്കം കൊണ്ട് വീടുകളിൽ നിന്നും ഇറങ്ങേണ്ടി വന്നവരാണ് അവർ ജീവിതം മുഴുവൻ സമ്പാദിച്ചു കൂട്ടിയ എല്ലാം നഷ്ടപ്പെട്ട് വെള്ളത്തിലും ചെളിയിലുമായി അങ്ങനെ തീരാ ദുഃഖത്തോടെ ഈ ക്യാമ്പുകളിൽ വന്നവർ. അവരുടെ മനസ്സ് നിറച്ച വേദനയാണ്. വിലപിടിച്ച രേഖകളും പഠിച്ച് നേടിയ സർട്ടിഫിക്കറ്റുകളും അടക്കം എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി ഭാവി എന്താകും എന്ന വേവലാതിയാണ് ഓരോരുത്തർക്കും ഉള്ളത്. അങ്ങനെ ആ ക്യാമ്പുകളിൽ വന്നെത്തിയ നമ്മളെല്ലാം അവർ എന്താണ് ചെയ്തത്? പാട്ടുകൾ കൊണ്ട് ഞങ്ങൾ മതിലുകൾ പൊളിച്ചു. പാട്ടുകൾ അവിടെ കൂടിയിരുന്നപ്പോൾ നേരം പോക്കിനായിട്ട് ആ ദുഃഖിച്ച് കണ്ണുകൾ നിറച്ച്
ഇരുന്നിരുന്ന ആളുകളിൽ ചിലർ പാട്ടുകൾ പാടാൻ തുടങ്ങി. പാട്ട്, സംഗീതം, അത് വേദനയെ ഇല്ലാതാക്കുന്നതാണ്. എത്ര ദുഃഖമുണ്ടെങ്കിലും നല്ലൊരു പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ അതിൽ ലയിച്ചു പോകും. ആ നിമിഷം നമ്മളെല്ലാം മറന്നു പോകും. ഇവിടെ ജാതിമത വർണ്ണ വിവേചനമില്ലാതെ, ദാരിദ്ര്യ ധന വിവേചനമില്ലാതെ ഒന്നിച്ചു നിന്ന ആളുകൾ, പുറമെ ഈ വെള്ളപ്പൊക്കത്തിന് മുൻപ് അവരവരുടെ നാട്ടിൽ താമസിക്കുമ്പോൾ പരസ്പരം ശത്രുക്കളായിട്ട് കണ്ട ആളുകൾ, അവരെല്ലാവരും ഒന്നിക്കുകയാണ്. മതിലുകളില്ല. മതിലുകൾ നമ്മൾ എന്തിനാണ് പണിയുന്നത്? പറമ്പിന്റെ 4 വശവും മതിലുകൾ പണിയുന്നു. എന്റേതു മാത്രമായിട്ട് നമ്മൾ ഒരു സൃഷ്ടി അവിടെ നടത്തുകയാണ്. ആ മതിലുകൾ വേർതിരിവിന്റെ സൂചനയാണ്. ഇവിടെ പാട്ടുകളിലൂടെ, ഗാനങ്ങളിലൂടെ ആ മതിലുകൾ പൊളിക്കുകയാണ്. എല്ലാവരും ഒന്നാണ്. ഇവിടെ ഭേദവ്യത്യാസമില്ല എന്ന അർത്ഥത്തിൽ. പിന്നെ നൃത്തങ്ങൾ കൊണ്ട് ഞങ്ങൾ മരണത്തെ ജയിച്ചു, വെന്നു ജയിച്ചു. നൃത്തം ഒരു നല്ല കലാരൂപമാണ്. സംഗീതവും അതുപോലെ. അവിടെ നൃത്തം ചെയ്യാൻ അറിയുന്നവർ, ഡാൻസ് കളിക്കാൻ അറിയുന്ന ചെറിയ ചെറിയ കുട്ടികൾ മുതൽ ആളുകൾ ഉണ്ടായിരിക്കാം. ആ ക്യാമ്പുകളിൽ ഒരുപാട് ആളുകളുണ്ടല്ലോ. ഒരു ക്യാമ്പില് പല തരത്തിലുള്ള ആളുകൾ. അവരിൽ കുറെ പേര് പാട്ടുപാടും, കുറെ പേര് നൃത്തം ചെയ്യും, കുറെ പേര് വേറെ കലാരൂപങ്ങളൊക്കെ അവതരിപ്പിക്കും. ഇതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ദുഃഖങ്ങളെല്ലാം മറന്നു. ഞങ്ങൾ മരണത്തെ ജയിച്ചു എന്നാണ് കവി പറയുന്നത്. ശരിയാണ്. നമ്മൾ എത്ര വേദനിച്ച് നിൽക്കുന്ന സമയത്തും ഇതുപോലെയുള്ള സർഗാത്മക സൃഷ്ടികൾ, ഡാൻസും പാട്ടും അതുപോലെയുള്ള കലാരൂപങ്ങൾ കാണുമ്പോൾ നമ്മളുടെ മനസ്സ് അതിലേക്ക് ആഴ്ന്നിറങ്ങിപ്പോകും, ലയിച്ചു പോകും. നമ്മൾ മറ്റെല്ലാ വേദനയും മറക്കും. ഇത് ഇത്തരം കലകളുടെ ഒരു ഗുണം തന്നെയാണ്. കലാരൂപങ്ങളുടെ ഏറ്റവും വലിയ ഗുണം മനുഷ്യനെ അതിലേക്ക് ആവാഹിച്ചു കൊണ്ടുവരാനും അവന്റെ മറ്റുള്ള വിഷമതകളെല്ലാം അവനിൽ നിന്ന് അകറ്റാനും ഉപകരിക്കുന്നു എന്നതാണ്. ഇവിടെ ദുരിതാശ്വാസ ക്യാമ്പുകളിലെ ജനങ്ങൾ, അവർ തീരാ ദുഃഖത്തിലാണ്, വേദനയിൽ അമർന്നിരിക്കുകയാണ്. എങ്കിലും ഇത്തരത്തിലുള്ള കലാരൂപങ്ങൾ അവിടെ കഴിവുള്ളവർ അവതരിപ്പിച്ചപ്പോൾ അവരെല്ലാവരും അവരുടെ വേദനകൾ മറക്കുകയാണ്, അവരുടെ അപ്പോഴത്തെ അവസ്ഥ മറക്കുകയാണ്, എല്ലാവരും സന്തോഷിക്കുകയാണ് എന്നർത്ഥം. അപ്പൊ പാട്ടുകൾ കൊണ്ട് ഞങ്ങൾ മതിലുകൾ പൊളിച്ചു, നൃത്തങ്ങൾ കൊണ്ട് ഞങ്ങൾ എന്തു ചെയ്തു? മരണത്തെ ജയിച്ചു. എന്നിട്ട് ഉറപ്പിച്ച് പറയുകയാണ്. എന്താണ് പറയുന്നത്? ഞങ്ങൾ അതിജീവിക്കുക തന്നെ ചെയ്യും. ഈ ബുദ്ധിമുട്ടുകളെ, ഈ ഭീകര അവസ്ഥയെ, ഈ നാശ അവസ്ഥയെ എല്ലാം ഞങ്ങൾ അതിജീവിക്കും. അതിൽ നിന്നെല്ലാം ഞങ്ങൾ മോചിതരാകും. ശരിയല്ലേ? അത്രയും വലിയ പ്രളയമുണ്ടായി, അത്രയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി, ദുരിതങ്ങൾ ഉണ്ടായി. നമ്മൾ അതിജീവിച്ചില്ലേ? എല്ലാറ്റിനെയും നമ്മൾ അതിജീവിച്ചു. അതിനുശേഷം നമ്മുടെ നാട്ടിൽ വന്ന മഹാമാരി കോവിഡ് എത്ര വലിയ ആപത്താണ്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, അത് ലോകം മുഴുവൻ ഉണ്ടായിരുന്നു. എത്ര ജനങ്ങളാണ് ആ മഹാമാരിയുടെ നീരാളി പിടുത്തത്തിൽ ഇല്ലാതെയായത്. നമ്മളും അത് കുറെ അനുഭവിക്കുകയുണ്ടായി. അതിൽ നിന്നും നമ്മൾ മോചിതരായില്ലേ? അതെ, നമ്മൾ ഏത് വന്നാലും, എത്ര ദുരന്തങ്ങൾ വന്നാലും, എത്ര വിഷമതകൾ വന്നാലും തീർച്ചയായിട്ടും നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും. ഇവിടെ പറയുന്നു, പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മൾ കഴിഞ്ഞ പാഠത്തിലും പഠിച്ചതുപോലെ ജീവിതം എന്ന് പറയുന്നത് നേർരേഖയല്ല. അതിൽ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. അതിനെ നമ്മൾ മറികടക്കാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ എല്ലാം കഴിഞ്ഞു, ഇനി എനിക്കൊരു ജീവിതമില്ല എന്ന് പറഞ്ഞ് തല താഴ്ത്തിയിരിക്കുകയല്ല വേണ്ടത്. തല ഉയർത്തി, ചാർലി ചാപ്ലിൻ പറഞ്ഞതുപോലെ തല ഉയർത്തി നേരെ നടക്കണം. അപ്പോൾ നമുക്ക് നല്ല നല്ല കാഴ്ചകൾ കാണാൻ സാധിക്കും. ആകാശത്തെ മഴവില്ല് കാണാൻ സാധിക്കും, അല്ലെ? അപ്പോൾ അതുപോലെ നമ്മൾ തല ഉയർത്തി പ്രതിസന്ധികളെ തരണം ചെയ്ത് നേരെ സഞ്ചരിക്കുക, ഉയർന്ന ശിരസോടെ സഞ്ചരിക്കുക. അതെ, ഞങ്ങൾ എല്ലാറ്റിനെയും അതിജീവിക്കുക തന്നെ ചെയ്തു, അതിജീവിച്ചു. ആരെ പോലെ? ഇവിടെ കവി പറയുന്നു, പ്രാചീനമായ പർവ്വതങ്ങളെ പോലെ, അക്ഷരങ്ങളെ പോലെ. പ്രാചീനം, വളരെ പഴയത്. പർവ്വതങ്ങൾ, അതിന് നാശമില്ല. നമ്മുടെ ഭാരതത്തിന്റെ വടക്കേ അറ്റത്ത്, വടക്കേ അതിർത്തിയായിട്ട് കിടക്കുന്ന വലിയ കോട്ട, എന്താണ് അതിന്റെ പേര്? ഹിമാലയം.
ഹിമാലയ പർവ്വതം, വല്ല നാശവുമുണ്ടോ പർവ്വതത്തിന്? നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ആ ഹിമാലയം അവിടെ അങ്ങനെ തന്നെ കിടക്കും. എന്ത് പ്രകൃതിക്ഷോഭം വന്നാലും, ഭൂകമ്പം വന്നാലും, സുനാമി വന്നാലും, കൊടുങ്കാറ്റ് വന്നാലും, വലിയ പ്രളയം വന്നാലും ആ പർവ്വതത്തിനെ ബാധിക്കുകയില്ല. അതവിടെ ചിരഞ്ജീവിയായിട്ട് നിലനിൽക്കും, അതിന് നാശമില്ല. അപ്പൊ അതുപോലെ ആ പഴയ പർവ്വതത്തെ പോലെ, അല്ലെങ്കിൽ അക്ഷരങ്ങളെ പോലെ, അക്ഷരം നാശമില്ലാത്തത് എന്താണ്? അക്ഷരങ്ങളാണ്. അക്ഷരങ്ങൾക്ക് നാശമുണ്ടോ? ഇല്ല. എല്ലാ കാലവും നിലനിൽക്കുന്ന ഒന്ന് തന്നെയാണ് അക്ഷരങ്ങൾ. അപ്പോൾ നമ്മൾ ആ പർവ്വതങ്ങളെ പോലെയും നാശം ഒരിക്കലും സംഭവിക്കാത്ത അക്ഷരങ്ങളെ പോലെയും നമ്മൾ അങ്ങനെ എല്ലാ ദുരന്തങ്ങളെയും അതിജീവിച്ച് അങ്ങനെ തല ഉയർത്തി നിലനിൽക്കും, ഉറപ്പു തന്നെ എന്ന് കവി നമ്മെ ബോധിപ്പിക്കുകയാണ്, നമുക്കൊരു ആത്മവിശ്വാസം തരികയാണ്. തന്നുകൊണ്ട് കവിത ഇവിടെ അവസാനിപ്പിക്കുന്നു. എങ്ങനെയുണ്ട് കവിത? ഇഷ്ടപ്പെട്ടോ? അതെ, ഈ കവിതയിലെ ആശയം പോലെ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കണം. നമ്മളെന്നും നമ്മളോടൊപ്പമുള്ളവരെ സ്നേഹിച്ചും അവരുടെ കൂടെ ഒത്തുചേർന്നും ഒരുമയോടെ ഐക്യത്തോടെ പ്രവർത്തിക്കുക. അത് നമുക്ക് ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഉയർച്ച തന്നെ നൽകും. അതുപോലെ നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ, പ്രതിസന്ധികൾ വരുമ്പോൾ ദുഃഖിക്കാതെ, തല താഴ്ത്തിയിരിക്കാതെ അതിനെ മറികടക്കാൻ നമ്മുടെ പൊന്മാനെ പോലെ ശ്രമിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഈ പാഠത്തിലെ പഠന പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.